അനുഗ്രഹങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു റമദാൻ കൂടി നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതിന് നാം ഓരോരുത്തരും കാണേണ്ടത്. കാരണം മുഅ്മിനീങ്ങളായ നമ്മൾക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ കോടതിയിൽ വിജയം വരിക്കേണ്ടതുണ്ട്. പടച്ച തമ്പുരാന്റെ കോടതിയിൽ വിജയം വരിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ നന്മകളുടെ ഏടുകൾ തുറക്കപ്പെടുമ്പോൾ നമുക്കവിടെ അനുകൂലമായ സാഹചര്യം ഒരുക്കപ്പെടണമെങ്കിൽ റമദാൻ പോലെയുള്ള സാഹചര്യങ്ങളെ, സന്ദർഭങ്ങളെ പരിപൂർണമായും നാം പ്രയോജനപ്പെടുത്തേണ്ടുന്നതായിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ രണ്ട് വ്യക്തികൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി. ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഏകദേശം ഒരേപോലെ നന്മകൾ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞുകൂടുകയാണ്. എന്നാൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കെ ഒന്നാമത്തെ സ്വഹാബി അള്ളാഹുവിന്റെ ദീനീ മാർഗത്തിൽ അദ്ദേഹം രക്തസാക്ഷിയാവുകയുണ്ടായി. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. രണ്ടാമത്തെ സ്വഹാബി സാധാരണ നിലയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കിടന്ന്, കട്ടിലിൽ കിടന്ന്, വിരിപ്പിൽ കിടന്ന് സ്വാഭാവിക മരണം വരിക്കുകയുണ്ടായി. നമുക്കറിയാം, സാധാരണ നിലയിൽ മരണം വരിച്ച ഒരു വ്യക്തിയേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനവും മഹത്വവും ഉള്ളത് ഒരു രക്തസാക്ഷിക്ക് തന്നെയാണ്. ഒരു രക്തസാക്ഷി മരണം വരിക്കുന്ന സന്ദർഭത്തിൽ സ്വർഗത്തെ അദ്ദേഹത്തിന്റെ കൺമുന്നിൽ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുമെന്നാണ്. മാത്രമല്ല, രക്തസാക്ഷിക്ക് മരിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയിലപ്പുറം ഒരു വേദന അനുഭവിക്കേണ്ടി വരില്ല. ഒരു രക്തസാക്ഷി ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം ഭൂമിയിലേക്ക് വീണാൽ അതോടുകൂടി സർവ്വ പാപങ്ങളും പടച്ച തമ്പുരാൻ പുറത്തു കൊടുക്കും. ശേഷമുള്ള ഓരോ തുള്ളി രക്തത്തിനനുസരിച്ചും സ്വർഗ്ഗലോകത്ത് അല്ലാഹു തആല സ്ഥാനമാനങ്ങൾ ഉയർത്തിക്കൊടുക്കും. രക്തസാക്ഷികൾക്ക് ഖബറിൽ ചോദ്യോത്തരങ്ങളില്ല. രക്തസാക്ഷിക്ക് മഹ്ശറയിൽ വിചാരണ നേരിടേണ്ടി വരില്ല. രക്തസാക്ഷികളെ അല്ലാഹു പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കും. അല്ലാഹു തആല അവരുടെ തലയിലേക്ക് കിരീടമണിയിച്ചു കൊടുക്കും. യാതൊരുവിധ തടസ്സവുമില്ലാതെ അവർക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ സാധ്യമാകും. ഇങ്ങനെ രക്തസാക്ഷിത്വത്തിലൂടെ മരണം വരിച്ച സഹാബിയും സാധാരണ നിലയിൽ മരണം വരിച്ച സഹാബിയും, ഇവരുടെ മരണം കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്ന ഒരു സഹാബി ഹബീബായ റസൂലുള്ളാന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാണ്, നബിയെ, ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്നത്തിൽ ഇപ്രകാരമായിരുന്നു: ഈ രണ്ട് സ്വഹാബാക്കളെയും ഞാൻ കണ്ടു. അഥവാ ആദ്യം രക്തസാക്ഷിത്വത്തിലൂടെ മരണം വരിച്ച സഹാബിയും രണ്ടാമത് സാധാരണ നിലയിൽ സ്വാഭാവികമായി വീട്ടിലെ കിടക്കയിൽ വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ടു പോയ സഹാബിയെയും രണ്ടുപേരെയും ഞാൻ സ്വപ്നത്തിലൂടെ കാണുകയുണ്ടായി ഹബീബായ റസൂലേ. എന്നിട്ട് പറയുന്നു, ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടത് രണ്ടാമത് സ്വാഭാവികമായ നിലയിൽ മരണം വരിച്ച സഹാബി അദ്ദേഹം സ്വർഗത്തിന്റെ ഉള്ളിലാണ്. അദ്ദേഹം സ്വർഗത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് സ്വർഗീയ അനുഭൂതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെക്കാൾ മുമ്പേ മരണം വരിച്ച, രക്തസാക്ഷിത്വത്തിലൂടെ പടച്ചവരിലേക്ക് യാത്രയായ ആദ്യത്തെ സഹാബി അപ്പോഴും സ്വർഗപ്രവേശനം പ്രതീക്ഷിച്ചുകൊണ്ട് പുറത്തു തന്നെ നിൽക്കുകയാണ്. വലിയ അത്ഭുതമായി പോയി. രക്തസാക്ഷിയായ ആൾ സ്വർഗപ്രവേശനം കാത്തുകൊണ്ട് സ്വർഗത്തിന് പുറത്തു നിൽക്കുമ്പോഴും സാധാരണ നിലയിലും മരണം വരിച്ച വ്യക്തി സ്വർഗത്തിന്റെ ഉള്ളിൽ കടന്ന് സ്വർഗീയ അനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഹബീബേ ഇതിന്റെ വിശദീകരണം, വ്യാഖ്യാനവുമെന്ന് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിനോട് സ്വഹാബാക്കൾ വന്ന് അത്ഭുതത്തോടുകൂടി ചോദിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ,
ആദ്യമായി രക്തസാക്ഷിത്വത്തിലൂടെ മരണം വരിച്ച സ്വഹാബി, അദ്ദേഹം സ്വർഗപ്രവേശനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പുറത്തു നിൽക്കുമ്പോൾ രണ്ടാമത് സ്വാഭാവികമായ നിലയിൽ കിടക്കയിൽ കിടന്ന് മരിച്ചുകൊണ്ട് സ്വഹാബിയുണ്ടല്ലോ, അദ്ദേഹം അതേ സ്വർഗത്തിന്റെ ഉള്ളിൽ കിടന്നിരിക്കുകയാ. എന്താണ് ഹബീബേ കാര്യമെന്ന് സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്താ? അവിടെയാണ് സഹോദരങ്ങളെ കടന്നു വരുന്ന വിശുദ്ധമായ റമളാന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. എത്രയോ റമളാനുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളതാ. എത്രയോ റമളാനുകളിലൂടെ കടന്നുപോയിട്ടുള്ളവരാ നാം ഓരോരുത്തരും. പ്രായപൂർത്തിയായതിനു ശേഷം 50 റമളാനുകൾ കിട്ടിയവരുണ്ട്, 60 റമളാനുകൾ കിട്ടിയവരുണ്ട്, 70 റമളാനുകൾ കിട്ടിയവരുണ്ട്, 20ഉം 30ഉം റമളാനുകൾ കിട്ടിയവരുണ്ട്. ഈ വിശുദ്ധമായ റമളാനുകൾ ഇത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടോ എങ്കിലും ആ റമളാനിലൂടെ സായത്തമാക്കേണ്ടുന്ന മാറ്റം നമുക്കുണ്ടായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ തഖ്വയുണ്ടായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ റഹ്മത്തും മഗ്ഫിറത്തും നരകമോചനവും ലഭ്യമായിട്ടുണ്ടോ? വിശുദ്ധമായ റമളാനിന്റെ അന്തസ്സത്ത നമുക്ക് കിട്ടിയിട്ടുണ്ടോ? വിശുദ്ധമായ റമളാനിലൂടെ പടച്ചവനിലേക്ക് അടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? വിശുദ്ധമായ റമളാനിലൂടെ സ്വർഗപ്രവേശനം കിട്ടിയെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? വിശുദ്ധമായ റമളാനിലൂടെ നരകമോചനം കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വിശുദ്ധമായ റമളാനിലൂടെ ലൈലത്തുൽ ഖദർ കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വിശുദ്ധമായ റമളാനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളായി മാറിയെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? എന്നാലൊന്ന് തിരിച്ചറിയടേ, ഹബീബായ മുത്തു റസൂലിനോട് സഹാബാക്കള് സംശയം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു കൊടുക്കുന്നു. സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനീ മാർഗത്തിൽ ആദ്യമായി രക്തസാക്ഷിത്വം വരിച്ച സ്വഹാബി, അദ്ദേഹം സ്വർഗത്തിന് പുറത്ത് സ്വർഗപ്രവേശനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യുമ്പോഴും അതിനുശേഷം സാധാരണ നിലയിൽ മരണം വരിച്ച വീട്ടിന്റെ കിടക്കയിൽ കിടന്നുകൊണ്ട്, വിരിപ്പിൽ കിടന്നുകൊണ്ട് സാധാരണ നിലയിൽ മരണം വരിച്ച ഒരു സ്വഹാബി, ഒരു ഷഹീദിനേക്കാൾ ആദ്യമായി സ്വർഗത്തിൽ കടന്നതിന്റെ കാര്യം എന്തെന്നറിയുമോ? ഷഹീദിന്റെ പദവി കുറഞ്ഞത് കൊണ്ടല്ല, ഷഹീദിന്റെ മഹത്വം കുറഞ്ഞത് കൊണ്ടല്ല. പിന്നെ ഹബീബായ റസൂല് പഠിപ്പിക്കുകയാ, ആ ഷഹീദ് മരണപ്പെട്ട് കഴിഞ്ഞിട്ട് 1 വർഷം കൂടി അധികമായി സാധാരണ നിലയിൽ മരണം വരിച്ച സഹാബി ജീവിച്ചിരുന്നില്ലയോ? അങ്ങനെ ആ ഷഹീദിനേക്കാൾ 1 റമളാൻ അദ്ദേഹത്തിന് അധികം ലഭിച്ചില്ലയോ? അങ്ങനെ ആ 1 റമളാനിലെ ഇബാദത്തുകൾ കൊണ്ട്, ആ 1 റമളാനിന്റെ രാവുകളും പകലുകളും കൊണ്ട്, ആ 1 റമളാനിലെ നോമ്പിന്റെ മഹത്വം കൊണ്ട്, ആ 1 റമളാനിലെ ഇഅ്തികാഫിന്റെ മഹത്വം കൊണ്ട്, ആ 1 റമളാനിലെ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം കൊണ്ട് തന്നോടൊപ്പം ഇസ്ലാമിലേക്ക് വന്ന് ഒരുപോലെ ഇബാദത്ത് ചെയ്ത തന്റെ ഒരു ഷഹീദായ സഹോദരനേക്കാൾ ഒരൊറ്റ റമളാൻ കൊണ്ട് ഇബാദത്തുകളിൽ മുൻകടക്കാൻ, പ്രതിഫലങ്ങളിൽ മുൻകടക്കാൻ അദ്ദേഹത്തിന് സാധ്യമായിട്ടുണ്ടെങ്കിൽ, അതേ 1 റമളാൻ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. 1 റമളാൻ, ഒരൊറ്റ റമളാൻ ജീവിതത്തിൽ കിട്ടിയാൽ അതിലൂടെ ഉണ്ടാകുന്ന നേട്ടം, അതിലൂടെ ഉണ്ടാകുന്നതായ ലാഭം എത്രത്തോളമാ. സാധാരണ നിലയിൽ മരണം വരിച്ച ഒരു സ്വഹാബി തന്നെക്കാൾ മുൻപേ 1 വർഷം മുൻപ് ഷഹീദായ ഒരു സ്വഹാബിയേക്കാൾ അദ്ദേഹത്തിന് സ്ഥാനവും മഹത്വവും ലഭ്യമായി എങ്കിൽ, സഹോദരങ്ങളെ, ഒരൊറ്റ റമളാൻ കൊണ്ട് സഹാബാക്കൾ നേടിയെടുത്തതാ നമുക്കതിന് പറ്റുന്നുണ്ടോ? ഈ പുറത്തുള്ളതുപോലെ സൗണ്ട് ഇതിലൊന്ന് വെച്ച് തരാമോ? അതേ ഡിലേയും അതേ സൗണ്ടും ഒന്ന് വെച്ച് തരാമോ? നിങ്ങളൊന്ന് നോക്കി.
സഹോദരങ്ങളെ, ഒരൊറ്റ റമളാൻ കൊണ്ട്, ഒരൊറ്റ റമളാനിന്റെ മഹത്വം കൊണ്ട് സ്വഹാബാക്കൾ നേടിയെടുത്തത് അതായിരുന്നു. പക്ഷെ നമ്മളൊന്ന് വിചിന്തനം നടത്തണം. നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുന്നുണ്ടോ? നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധ്യമാകുന്നുണ്ടോ? റമളാൻ പ്രയോജനപ്പെടുത്തുക, റമളാൻ കൊണ്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയെടുക്കുക. സഹോദരങ്ങളെ, ഇതാണ് വിശുദ്ധമായ റമളാനെ കൊണ്ടൊരു വിശ്വാസിക്ക് സാധ്യമാകേണ്ടത്. നമ്മളൊന്ന് ചിന്തിക്കുക, റമളാൻ നമ്മുടെ തൊട്ടുവാതിൽക്കൽ, നമ്മുടെ തൊട്ടടുത്ത്, ഇനി കൂടിപ്പോയ ഒരു 14 ദിവസം അല്ലെങ്കിൽ 15 ദിവസം റമളാനായി. നമ്മളൊക്കെ ഒന്ന് ഓർത്തു നോക്കേ, സഹോദരിമാരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. റമളാൻ നമ്മുടെ തൊട്ടടുക്കൽ, 2 ആഴ്ച കഴിഞ്ഞാൽ റമളാൻ നമ്മിലേക്ക് കടന്നെത്തുകയാണ്. നമ്മൾ മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ടോ? ശാരീരികമായി തയ്യാറെടുത്തിട്ടുണ്ടോ? സാമ്പത്തികമായി തയ്യാറെടുത്തിട്ടുണ്ടോ? നമ്മളൊന്ന് വിചിന്തനം നടത്തുക. റമളാൻ നമ്മിലേക്ക് എത്തിയല്ലേ? റജബ് മാസം നമ്മിലേക്ക് വന്ന അന്നു മുതൽ പള്ളിയിലെ ഇമാമുമാരിങ്ങനെ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണമേ, റമളാനിലേക്ക് നീ ഞങ്ങളെ കൊണ്ടെത്തിക്കണമേ. ഈ ദുആ നമ്മൾ ഇനി കേൾക്കുക. നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ റമളാന് വേണ്ടി നമ്മളൊന്ന് തയ്യാറെടുത്തിട്ടുണ്ടോ? നമ്മളെ വീട്ടിലൊരു കല്യാണം വരിക, ആ കല്യാണം നമ്മിലേക്ക് എത്തുമ്പോ എത്ര നാളുകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് തയ്യാറെടുപ്പുകൾ നടത്തും, ദിവസങ്ങൾക്ക് മുമ്പ് തയ്യാറെടുപ്പുകൾ നടത്തും, ഒരുപാട് സജ്ജീകരണങ്ങളും മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്തും. നമ്മുടെ വീട് പാല് കാച്ച് നടക്കാൻ പോവുക, നമ്മൾ വളരെ നേരത്തെ ആ ഡേറ്റ് നമ്മുടെ മുന്നിൽ കണ്ട് സജ്ജീകരണങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തും. ഏത് വിഷയമായാലും എന്ത് കാര്യമായാലും നേരത്തെ നമ്മൾ തയ്യാറെടുക്കും, സജ്ജീകരണങ്ങൾ ഒരുക്കും, സൗകര്യങ്ങൾ ചെയ്യും, മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ റമളാനിനെ വരവേൽക്കാൻ നാം എന്ത് മുന്നൊരുക്കങ്ങൾ നടത്തി? ചിലപ്പോൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും, റമളാൻ വരെ ഈത്തപ്പഴമൊക്കെ നേരത്തെ വാങ്ങിക്കണം, ഫ്രൂട്ട്സ് ഒക്കെ നേരത്തെ വാങ്ങിക്കണം, കടയിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. ഒരു പ്രത്യേക സ്റ്റാള് തന്നെ ഇന്ന് കടകളിലുണ്ട്. കാരണം മുസ്ലിമുകൾക്ക് 1 മാസം നോമ്പാണ്. സുബഹി മുതൽ ഏകദേശം മഗ്രിബ് വരെ 12-13 മണിക്കൂറുകളോളം ഒന്നും കഴിക്കാറില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് നോമ്പുള്ള മാസമായുണ്ട് കടകളില്, ഹോട്ടലുകളില്, ബേക്കറികളില്, ഭക്ഷണ സാധനം വിൽക്കുന്ന കടകളിലൊക്കെ ഒരു പ്രത്യേക തട്ട് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. 1 മാസം ഒരു പ്രത്യേക സ്റ്റാള്. വൈകുന്നേരം ഒരു 3 മണിയാവുമ്പോൾ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത കുറേ പേരുകൾ, കരിച്ചത്, പൊരിച്ചത്, ചുട്ടത്, പൊട്ടിത്തെറിച്ചത്, പൊട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞു കുറേ ഐറ്റം. എന്താ, നമുക്കൊക്കെ നോമ്പാ 1 മാസം. ഏറ്റവും കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ വിറ്റഴിക്കപ്പെടുന്നത് റമളാനിലാണ്. ചിലപ്പോൾ അത് ചിന്തിച്ചിട്ടുണ്ടാവും, കടയിൽ സാധനങ്ങളൊക്കെ നേരത്തെ എടുക്കണം, സജ്ജീകരണങ്ങളൊക്കെ നേരത്തെ ചെയ്യണം എന്നതല്ലാതെ ഈ റമളാൻ കൊണ്ട് എനിക്ക് നന്നാകണമെന്ന് കരുതി, എന്റെ ജീവിതം എനിക്ക് മെച്ചപ്പെടുത്തണം, തഖ്വയുള്ളവനായി മാറണം എന്ന് കരുതിയിട്ട് റമളാന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ? സഹോദരങ്ങളെ, സഹോദരിമാരെ, റമളാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹബീബായ ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാൻ എത്തുന്നതിന് മുൻപ് തന്നെ സഹാബാക്കളോട് റമളാനെ പറ്റി ചർച്ച ചെയ്യുമായിരുന്നത്രേ. നമ്മളൊക്കെ റമളാൻ ഇങ്ങെത്തി, പള്ളിയിൽ നിന്നും അറിയിപ്പുണ്ടായി കഴിയുമ്പോഴാ റമളാൻ എത്തി, ഇനി TV ഒക്കെ ഒന്ന് കെട്ടിപ്പൂട്ടി വെക്കാം. നേരത്തെയൊക്കെ അങ്ങനെ ആയിരുന്നു, ഇപ്പൊ എങ്ങനെയാണെന്നറിയില്ല. TV ഒക്കെ ഒന്ന് കെട്ടിവെക്കാം. പിന്നെ പള്ളിയിൽ അന്നത്തെ ഇശാ നിസ്കാരം, റമളാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ഇശാ നിസ്കാരത്തിന് പഴയ തൊപ്പിയൊക്കെ എടുത്ത് കഴുകി, അല്ലെങ്കിൽ ഒരു കർച്ചീഫൊക്കെ എടുത്ത് കഴുകി, ഒരു തസ്ബീഹ് ഒക്കെ പിടിച്ച് ഈ തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ പള്ളിയിലേക്ക് വരും. റമളാൻ ആയെന്നറിഞ്ഞാൽ, നമുക്കൊക്കെ അത്രയേ ഉള്ളൂ, റമളാൻ ആയെന്നറിഞ്ഞാൽ പിന്നെ നമുക്ക് പള്ളിയിലേക്ക് കയറാം. എന്നാൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ റമളാനിനെ എത്ര ഗൗരവത്തോടു കൂടിയാ അവതരിപ്പിച്ചതെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് സ്വഹാബാക്കളോട് ദീനീ നസീഹത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പെട്ടെന്ന് സ്വഹാബത്തിനോട് പറയുന്നു, സുബ്ഹാനല്ലാഹ് മാദാ തസ്തഖ്ബിലൂൻ
വമാദാ യസ്തഖ്ബിലുക്കും. അല്ലാഹുവിന്റെ ഹബീബ് വലിയ അത്ഭുതത്തോടുകൂടി ആശ്ചര്യത്തോടുകൂടി സഹാബത്തിനോട് ഇങ്ങനെ പറയുന്നു, സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനൊരു പതിവുണ്ട്, വിശുദ്ധമായ ഖുർആനിനൊരു പതിവുണ്ട്. അത്ഭുതകരമായ ആശ്ചര്യകരമായ എന്തെങ്കിലും കാര്യം അവതരിപ്പിക്കുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമായിരുന്നത്രേ. ഹബീബായ റസൂൽ പറയുന്നു സുബ്ഹാനല്ലാഹ്. ഹബീബായ റസൂൽ ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ സഹാബാക്കൾക്ക് മനസ്സിലായി ഏതോ അത്ഭുതകരമായ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറയാൻ പോവുകയാ. ഏതോ ഗൗരവകരമായ കാര്യത്തെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മുന്നറിയിപ്പ് നൽകാൻ പോവുകയാ. സ്വഹാബാക്കൾ അത്ഭുതത്തോടുകൂടി പുണ്യപ്രവാചകരുടെ ചെഞ്ചുണ്ടകൾ ചലിക്കുന്നതിലേക്ക് കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുമ്പോ റസൂലുള്ള ചോദിക്കുന്നു, മാദാ തസ്തഖ്ബിലൂൻ വമാദാ യസ്തഖ്ബിലുക്കും. എന്റെ പ്രിയപ്പെട്ട സ്വഹാബാ, എന്തിനെയാണ് നിങ്ങൾ വരവേൽക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയുമോ സഹാബാ? എന്താണ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നതെന്ന് നിങ്ങൾക്കറിയുമോ സഹാബാ? അത്ഭുതത്തോടുകൂടി ഗൗരവത്തോടുകൂടി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഇങ്ങനെ സഹാബത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് വളരെ ഗൗരവത്തോടുകൂടി പറയുകയാണല്ലോ, എന്താണ് നിങ്ങളെ നേരിടാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയുവോ? നിങ്ങൾ എന്തിനെയാണ് നേരിടാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയുവോ? സഹാബാക്കൾ അത്ഭുതചിത്തരായി പുണ്യ ഹബീബിന്റെ മുഖത്തേക്ക് ഇങ്ങനെ ക്ഷമയോടുകൂടി നോക്കിയിരിക്കുകയാ. പെട്ടെന്ന് മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു മുട്ടുകാലിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബേ, കാര്യമെന്താ നബിയേ? അവഹയുൻ നസലാ ഔ അദുവുൻ ഹളറാ. എന്താ ഹബീബേ കാര്യം? ഇത്രത്തോളം ഗൗരവകരമായി ഞങ്ങളോട് പറയാനുള്ള കാര്യം എന്താ നബിയേ? അവഹയുൻ നസലാ, എന്തെങ്കിലും വഹയ് വന്നിട്ടുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും പുതിയ തീരുമാനങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നബിയേ? ഞങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ എന്തെങ്കിലും ശിക്ഷകൾ വന്നിട്ടുണ്ടോ നബിയേ? എന്തെങ്കിലും പുതിയ നിയമങ്ങളോ നിരോധനങ്ങളോ വന്നിട്ടുണ്ടോ നബിയേ? അത്രത്തോളം ഗൗരവത്തോടുകൂടി പുണ്യപ്രവാചകരുടെ മുന്നറിയിപ്പാ സഹാബത്ത് കേൾക്കുന്നത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അവഹയുൻ നസലാ, അതല്ല എങ്കിൽ ഔ അദുവുൻ ഹളറാ. അല്ലാഹുവിന്റെ റസൂലേ, ശത്രുക്കൾ ഹാജരായിട്ടുണ്ടോ നബിയേ? ഞങ്ങളെ ആക്രമിക്കാൻ, ഞങ്ങളെ കീഴ്പ്പെടുത്താൻ, ഞങ്ങളെ നശിപ്പിച്ചു കളയാൻ ശത്രുക്കൾ സർവ്വവിധ സന്നാഹങ്ങളോടും കൂടി വന്നിട്ടുണ്ടോ നബിയേ? ഞങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടുള്ളതുപോലെ, ഞങ്ങൾ സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടുന്നതുള്ളതുപോലെ, ഞങ്ങൾ വലിയ കാര്യഗൗരവത്തോട് സമീപിക്കേണ്ടുന്നതുള്ളതുപോലെ, ഇത്രത്തോളം ഗൗരവകരമായി ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ശത്രുക്കൾ വന്നിട്ടുണ്ടോ ഹബീബേ? അതല്ല അല്ലാഹുവിന്റെ ഏതെങ്കിലും പുതിയ തീരുമാനങ്ങളോ നിയമങ്ങളോ നിരോധനങ്ങളോ വന്നിട്ടുണ്ടോ നബിയേ? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിനോട് ഇത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ, ഇല്ല ഉമറേ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും പുതിയ തീരുമാനങ്ങളോ നിയമങ്ങളോ മറ്റ് കാര്യങ്ങളോ വന്നതുകൊണ്ടല്ല. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി വന്നതുകൊണ്ടല്ല പ്രിയപ്പെട്ട ഉമറേ. അതല്ല എങ്കിലും മുസ്ലിമുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ വന്നതുകൊണ്ടതുമല്ല ഉമറേ. പിന്നെയോ അതിനേക്കാളൊക്കെ ഗൗരവകരമായ ഒരു കാര്യമാ, അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാ. എന്താണെന്നറിയാതെ ഹബീബായ മുത്തിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, വലാകിൻ ശഹ്റു റമളാൻ, റമളാൻ വരുന്നു സഹാബ, റമളാൻ വരുന്നു സഹാബ.
പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ വരികയാണ്. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന മാസം വരികയാണ്. നിങ്ങൾക്കൊരൊറ്റ രാവ് കൊണ്ട് 1000 മാസത്തെക്കാൾ മഹത്വം ലഭ്യമാകുന്ന റമദാൻ വരികയാണ്. തറാവീഹ് നിസ്കാരത്തിന് അവസരമുള്ള റമദാൻ വരികയാ. ലൈലത്തുൽ ഖദർ ഉൾക്കൊള്ളുന്നതായ റമദാൻ വരികയാ. ഒരുപാട് നന്മകൾ കരസ്ഥമാക്കാനുള്ള റമദാൻ വരികയാ. വലാകിൻ ഷഹ്റു റമദാൻ വരുന്നു സ്വഹാബ, റമദാൻ വരുന്നു സ്വഹാബ. തങ്ങളുടെ മുന്നിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുന്ന വിശുദ്ധമായ റമദാനിനെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സഹാബത്തിനെ ഇത്രത്തോളം ഗൗരവകരമായി ഓർമ്മപ്പെടുത്തുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പട്ടാഴിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സമീപ പ്രദേശങ്ങളിലെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ ഗൗരവത്തോടു കൂടിയാണ് റമദാനെ കാണേണ്ടുന്നതെങ്കിൽ എനിക്കും നിങ്ങൾക്കും റമദാന്റെ വിഷയത്തിൽ ഈ ഗൗരവമുണ്ടോ? അല്ലാഹുവേ, റമദാൻ വരികയല്ലേ, എനിക്ക് പള്ളിയിലധികം സമയം ചെലവഴിക്കേണ്ടുന്നതല്ലേ, എനിക്കൊരുപാട് ഖുർആൻ ഖത്മുകൾ തീർക്കേണ്ടുന്നതല്ലേ, എനിക്കൊരുപാട് സുന്നത്തുകൾ നിസ്കരിക്കേണ്ടുന്നതല്ലേ, എനിക്കൊരുപാട് ഇഅ്തികാഫ് ഇരിക്കേണ്ടുന്നതല്ലേ, എന്റെ കച്ചവടത്തിന്റെ സമയമൊന്ന് ക്രമീകരിക്കാൻ, എന്റെ ഇബാദത്തിന്റെ സമയമൊന്ന് ക്രമീകരിക്കാൻ എനിക്ക് വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ അല്ലാഹുവിന്റെ പള്ളിയിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇഅ്തികാഫിൽ ഇരിക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊന്ന് ചെയ്യണമെന്ന് എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ അകത്തളങ്ങളിൽ എന്തെങ്കിലും ഒരു ചിന്ത വന്നിട്ടുണ്ടോ? ലൗ കാനൽ ഇബാദു മാ റമദാൻ ലതമന്നതു ഉമ്മത്തി അയ്യകൂന സനതു കുല്ലഹാ. എന്താണ് സഹോദരങ്ങളെ റമദാൻ? ലൗ യഅലമുൽ ഇബാദു മാ റമദാൻ. അല്ലാഹുവിന്റെ അടിമകള്, അല്ലാഹുവിന്റെ അടിയാറുകൾ എന്താണ് റമദാൻ എന്നെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ റമദാനിന്റെ ഗൗരവം, റമദാനിന്റെ മഹത്വം, റമദാനിന്റെ ചൈതന്യം എന്തായിരുന്നു എന്ന് അല്ലാഹുവിന്റെ അടിമകളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ലതമന്നതു ഉമ്മത്തി അയ്യകൂന സനതു കുല്ലഹാ. ഹബീബായ റസൂലിന്റെ ഉമ്മത്തികളായ ഞാനും നിങ്ങളും വർഷം മുഴുവനും അങ്ങ് റമദാനായിരുന്നെങ്കിൽ, ജീവിതം മുഴുവനും അങ്ങ് റമദാനായിരുന്നെങ്കിൽ, എല്ലാ മാസവും അങ്ങ് റമദാനായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുമായിരുന്നു, എന്ന് ആഗ്രഹിച്ചു പോകുമായിരുന്നു. റമദാനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നുണ്ടോ? വിശുദ്ധ റമദാൻ എത്തുന്നതിന് മുൻപ് തന്നെ അല്ലാഹുവിന്റെ റസൂൽ വളരെ ഗൗരവകരമായി സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, റമദാൻ 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 വരികയാ. റമദാന്റെ മഹത്വം, റമദാന്റെ ഗൗരവം, റസൂലുള്ളാഹിന്റെ റമദാനെ പറ്റി ഓർമ്മപ്പെടുത്തുന്ന ഗൗരവഭാവം കണ്ടിട്ട് സ്വഹാബാക്കൾ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ശത്രുക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞങ്ങൾ തയ്യാറെടുക്കണോ? അത്ര ഗൗരവമായിട്ടാ നബി തങ്ങൾ ചോദിക്കുന്നത്. മാദാ തസ്തഖ്ബിലൂൻ വമാദാ യസ്തഖ്ബിലുക്കും. അത്ര ഗൗരവം. നബി തങ്ങൾ പറഞ്ഞു, ലാ, അല്ല, വഹിയൊന്നും വന്നിട്ടില്ല, ശത്രുക്കളൊന്നും വന്നിട്ടില്ല, പക്ഷേ വലാകിൻ ഷഹ്റു റമദാൻ, റമദാൻ വരിക, റമദാൻ വരിക. എന്തെങ്കിലും ബോധം നമുക്കുണ്ടോ? നമുക്കെന്തെങ്കിലും ചിന്ത അതിനെ പറ്റിയിട്ടുണ്ടോ? സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ സാധാരണ പോലെ ഇങ്ങനെ ജീവിക്കുന്നു, നമ്മൾ സാധാരണ പോലെ ഇങ്ങനെ പോകുന്നു. റമദാന്റെ മുന്നൊരുക്കങ്ങൾ നമുക്കുണ്ട്. ഒരു കല്യാണം വരുന്ന ഗൗരവമെങ്കിലും ഉണ്ടോ? കല്യാണമൊക്കെ ആണെങ്കിൽ ഇനി 1 മാസമേ ഉള്ളൂ, എന്തൊക്കെ കാര്യങ്ങൾ പടച്ചോനെ ചെയ്യണം, വീട് പെയിന്റ് അടിക്കണം, കക്കൂസിന്റെ ക്ലോസറ്റ് മാറ്റണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ആളുകൾ വിളിക്കണം, ഡ്രസ്സ് എടുക്കണം, സ്വർണ്ണം എടുക്കണം, പണം തയ്യാറാക്കണം. ഒരു കല്യാണം. നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ പാലുകാച്ചിന് ഒരു ഡേറ്റ് എടുത്തു, ദിവസം എടുക്കുന്നോറും ഒരു വെപ്രാളവ, മനസ്സിലൊരു ചിന്തയാ, പടച്ചോനെ ഇനി 1 മാസമല്ലേ ഉള്ളൂ, പണി തീർന്നിട്ടില്ലല്ലോ. അല്ലാഹു, എത്ര ആളുകളെ വിളിക്കണം, അവർക്ക് ഭക്ഷണം, അത് സജ്ജീകരണങ്ങൾ ഒരുക്കണം, മനസ്സിനകത്തൊരു ചിന്തയുണ്ടാവും. എന്ത് കാര്യം? നമ്മളൊരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക, ഗൾഫിൽ പോണം, 2 ആഴ്ച കൂടിയുള്ളൂ. നമ്മുടെ മനസ്സിന്റെ ഒരു ചിന്ത, പണം റെഡിയാക്കണം, ഡ്രസ്സ് വാങ്ങണം, കാര്യങ്ങൾ ചെയ്യണം. വിശുദ്ധ റമദാൻ 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ എത്തുക. എന്താ ഉള്ളേ? മനസ്സിൽ ചിന്തയുണ്ടോ? ഒരു വെപ്രാളം ഉണ്ടോ? അങ്ങനെ ഒരു ആലോചന നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ കടന്നു വരുന്നുണ്ടോ? പിന്നെ എന്താണ് സഹോദരങ്ങളെ നമ്മൾ മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യം? വിശുദ്ധമായ റമദാനിനെ വിശുദ്ധിയോടുകൂടി വരവേൽക്കാൻ നമുക്ക് പറ്റണം.
റമലാനിനെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി, ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച അഴുക്കുകളൊക്കെ മാറ്റി, അശുദ്ധികളെയൊക്കെ മാറ്റി നല്ല നിലയിൽ ആ റമലാനെ വരവേൽക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ റമലാൻ കൊണ്ട് കിട്ടേണ്ടുന്ന പ്രയോജനങ്ങൾ നമുക്കുണ്ടാവൂല. റമലാൻ കൊണ്ട് കിട്ടേണ്ടുന്ന പ്രയോജനങ്ങൾ നമുക്ക് ലഭ്യമാകില്ല. റമലാൻ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. റമലാൻ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. വിശുദ്ധമായ റമലാൻ എന്നാൽ സാധാരണ മാസമാണോ സഹോദരങ്ങളെ? റമലാനിന്റെ രാപ്പകലുകളുടെ മഹത്വം എന്താ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, റമളാനു ശഹ്റും മുബാറകുൻ തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്നാ വതുഗ്ലഖു ഫീഹി അബ്വാബുസ് സഈർ വതുസ്ഫദു ഫീഹി ശയാത്വീൻ വയുനാദി മുനാദിൻ കുല്ല ലൈലാ യാ ബാഗിയൽ ഖൈരി ഹലും വയാ ബാഗിയ ശർരി അഖ്സിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാ, എന്താണ് വിശുദ്ധ റമളാൻ. വിശുദ്ധമായ റമളാനിൽ നമുക്ക് കിട്ടാനുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാ? റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു, റമളാനു ശഹ്റും മുബാറക്, ബറക്കത്തുള്ള മാസമാണ് റമളാൻ, ഐശ്വര്യത്തിന്റെ മാസമാണ് റമളാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സാമീപ്യം സിദ്ധിക്കാൻ ആഗ്രഹിക്കുന്നതായ സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം പോലും മാറ്റിവെക്കാൻ കഴിയാത്ത റമളാൻ. ആ റമളാൻ നമ്മിലേക്ക് ആഗതമായി കഴിഞ്ഞാലോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാ, തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്നാ. ആ വിശുദ്ധമായ റമളാൻ ആഗതമായി കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗ്ഗലോകത്തിന്റെ കവാടങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നിടുകയാ. അതേ, സ്വർഗ്ഗപ്രവേശനം ആഗ്രഹിക്കുന്ന എന്റെ അടിമകള് സുബഹി മുതൽ മഗ്രിബ് വരെയും എനിക്ക് വേണ്ടിയിട്ട് വിശപ്പ് അനുഭവിക്കുന്ന മാസമാണ് റമളാൻ, ദാഹം അനുഭവിക്കുന്ന മാസമാണ് റമളാൻ, ശാരീരിക ഇച്ഛകൾ മുഴുവനും മാറ്റി നിർത്തുന്ന മാസമാണ് റമളാൻ, ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന മാസമാണ് റമളാൻ, ഇബാദത്തുകളിലൂടെ കടന്നു പോകുന്ന മാസമാണ് റമളാൻ. അങ്ങനെയുള്ള പടച്ചതമ്പുരാന്റെ സാമീപ്യം സിദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന സച്ചരിതരായ സജ്ജനങ്ങള്, നിങ്ങൾക്ക് സ്വർഗം വേണമോ? നിങ്ങൾ സ്വർഗം കൊതിക്കുന്നുവോ? അങ്ങനെയുള്ള സ്വർഗം ആഗ്രഹിക്കുന്നതായ ആളുകൾക്ക് വേണ്ടി തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്നാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് ആ സ്വർഗത്തെ മുഴുവനും അലങ്കരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് തന്റെ സജ്ജനങ്ങളെ മാടി വിളിക്കുന്ന മാസമാണ് റമളാൻ. തീർന്നിട്ടില്ല. വതുഗ്ലഖു ഫീഹി അബ്വാബുസ് സഈർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടയ്ക്കുന്ന മാസമാണ് റമളാൻ. ആ നരകത്തെ ഭയപ്പെടുന്നവരെ, നരകമോചനം ആഗ്രഹിക്കുന്നവരെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൊതിക്കുന്നവരെ, അല്ലാഹുമ്മ അത്ഖനാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നരകമോചനം നൽകണേ നാഥാ, സ്വർഗപ്രവേശനം നൽകണേ നാഥാ എന്നല്ലാഹുവിന്റെ അടിമകൾ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ അവർക്ക് വേണ്ടി കിട്ടുന്ന നരകമോചനം നൽകപ്പെടുമെന്നുള്ള നിലയിൽ നരകത്തിന്റെ കവാടങ്ങളെ പടച്ചതമ്പുരാൻ കൊട്ടിയടച്ചു പൂട്ടിയിടുന്ന മാസമാണ് റമളാൻ. സ്വർഗം തുറക്കുന്ന മാസമാണ് റമളാൻ, നരകങ്ങളെ പൂട്ടിയിടുന്ന മാസമാണ് റമളാൻ. എന്ന് മാത്രമല്ല, മനുഷ്യോൽപത്തി മുതൽ മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ വേണ്ടിയിട്ട് ശിർറിന്റെയും വഴികേടിന്റെയും മാർഗങ്ങൾ തമ്മിൽ മുന്നിൽ തുറന്നിടുന്ന പിശാചുക്കളുണ്ടല്ലോ. ആ പിശാചിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ട് എത്രയെത്ര തെറ്റുകളാ മനുഷ്യരിൽ സംഭവിച്ചു പോകുന്നത്. അങ്ങനെയുള്ളതായ പിശാചുക്കള്, അങ്ങനെയുള്ള ശൈത്വാന്മാർ
ശൈത്വാന്മാരെ വതുസ്ഫദു ഫീഹി ശയാത്വീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള ശൈത്വാന്മാരെ മുഴുവനും പൂട്ടിയിടുന്ന മാസമാണ് റമളാൻ. നമ്മെ വഴിപിഴപ്പിച്ച് കളയുന്ന, നമ്മളെ വഴികേടിലേക്ക് കൊണ്ടുപോകുന്ന പിശാചുക്കളെ മുഴുവനും പൂട്ടിയിടുന്ന മാസമാണ് റമളാൻ. തീർന്നിട്ടില്ല, വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ, വയുനാദി മുനാദിൻ കുല്ല ലൈല. എല്ലാ രാവുകളിലും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും ഒരു വിളിയാളൻ പ്രത്യേകം വിളിച്ച് ചോദിക്കുകയാണ്, യാ ബാഗിയൽ ഖൈരി ഹലും വയാ ബാഗിയ ശർരി അഖ്സിർ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും ഒരു വിളിയാളം വിളിച്ചു ചോദിക്കുകയാണ്, യാ ബാഗിയൽ ഖൈരി ഹലും, നന്മ തേടുന്നവരെ, നന്മ കൊതിക്കുന്നവരെ, നന്മയിൽ വിരാജിക്കാൻ ആഗ്രഹിക്കുന്നവരെ, ഹലും ഹലും, നിങ്ങൾ വരിക, നിങ്ങൾ വരിക, ഓടി ഓടി വരിക. നന്മകൾ ചെയ്യാനുള്ള അവസരമെന്നോണം പടച്ചവൻ റമദാൻ തന്നിരിക്കുകയാടേ. നിങ്ങളിൽ നന്മകൾ പരസ്പരമായി, ആ നന്മകളിൽ പരമാവധി നിങ്ങൾ വ്യാപൃതരാകേണ്ടുന്നതാടേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും ഒരു വിളിയോളൻ വിളിച്ചു പറയുന്ന മാസമാണ് റമളാൻ. വയാ ബാഗിയ ശർരി അഖ്സിർ, ജീവിതത്തിൽ ഉടനീളം തിന്മകൾ ചെയ്തുകൊണ്ട് ജീവിച്ചവരെ, 11 മാസത്തോളം തിന്മകളിൽ കഴിഞ്ഞു കൂടിയവരെ, ആ തിന്മകളിൽ വ്യാപൃതരായി കൊഴിഞ്ഞു പോയവരെ, റമദാൻ വന്നിരിക്കുന്നു. അഖ്സിർ, നിങ്ങൾ കുറയ്ക്കുക, നിങ്ങൾ നിർത്തുക, തിന്മകളിൽ നിന്നും നിങ്ങൾ ഒഴിവാവുക എന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഭാഗത്ത് നിന്ന് നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മകളിൽ നിന്ന് തടയുന്ന പ്രത്യേക അനുഗ്രഹത്തിന്റെ മാസമാണ് റമദാൻ. റമളാനെ പറ്റിയിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുക, സ്വർഗം തുറന്നിട്ട് തരും, നരകത്തെ അല്ലാഹു തആല പൂട്ടിയിട്ട് തരും, പിശാചുക്കളെയൊക്കെ പിടിച്ച് കെട്ടിയിട്ട് തരും, നന്മയിലേക്ക് ആളുകളെ മലക്കുകൾ പ്രത്യേകം വിളിക്കും, തിന്മകളിൽ നിന്നും ആളുകളെ തടയും. ഇതാണ് റമളാൻ, ഇതാണ് റമളാൻ. നമുക്കെന്താ സുബഹി മുതൽ മഗ്രിബ് വരെ ഇങ്ങനെ തുപ്പി തുപ്പി നടക്കുക. നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു റമളാനെ പറ്റി കേട്ട്? റമളാനെ അറിയേണ്ടുന്നത് പോലെ അറിഞ്ഞിരുന്നാൽ ആ ഗൗരവത്തോടുകൂടി, വിശുദ്ധിയോടുകൂടി എനിക്ക് ഈ റമളാൻ നഷ്ടപ്പെടരുതല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ റമളാനിലേക്ക് കടക്കുമായിരുന്നു, നമ്മൾ റമളാനിനെ വരവേൽക്കുമായിരുന്നു. അതാണ് സഹോദരങ്ങളെ, ജീവിത വിശുദ്ധിയോടെ റമളാനിലേക്ക് പോകണം. വിശുദ്ധമായ റമളാൻ അല്ലാഹു തആല അവന്റെ അടിമകളുടെ മുന്നിൽ പ്രത്യേക കരുണയുടെ കവാടങ്ങൾ തുറന്നിടുന്ന മാസമാണ് റമളാൻ. പ്രത്യേക കരുണയുടെ കവാടങ്ങൾ അല്ലാഹു തആല തുറന്നിടും. പ്രത്യേകം തന്റെ അടിമകളോട് കരുണ കാണിക്കും. ചോദിക്കുന്നത് എന്തും അല്ലാഹു തആല കൊടുക്കും. റമളാൻ ദുആ ചെയ്യേണ്ടുന്ന മാസമാണ്. നമ്മളൊക്കെ ദുആ ചെയ്യലുണ്ടോ? നമുക്ക് ദുആ ചെയ്യിപ്പിക്കലുണ്ട്. പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത്, ഹസറത്തിന്റെ അടുത്ത് പോയിട്ട് ഒരു 100 രൂപ കൊടുത്ത് ഉസ്താദ് ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം കൊടുക്കണം. ഉസ്താദന്മാരെയൊക്കെ ആദരിക്കണം, ഉസ്താദന്മാരെ ബഹുമാനിക്കണം. ഒരു നാട്ടിൽ, ഒരു മഹല്ലിൽ ആദരിക്കപ്പെടേണ്ടത് ഉലമാക്കളാണ്. അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. ഉലമാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യണം. ഒരു നാട്ടിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ കടന്നു വരുന്നതിന് കാരണക്കാരാണ് ഇൽമിന്റെ അഹ്ലുകാർ, മുത്തഅല്ലിമീങ്ങൾ, ഉലമാക്കൾ, ഹാഫിളീങ്ങൾ, ആലിമീങ്ങൾ എന്ന് പറയുന്നത് ഒരു നാടിന്റെ അനുഗ്രഹമാണ്, ഒരു നാടിന്റെ ബറക്കത്താണ്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും റഹ്മത്തിന്റെ മാലാകമാർ ഒരു നാട്ടിലേക്ക് കടന്നു വരാൻ, ആ നാട്ടുകാർക്ക് റഹ്മത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കാൻ ഖാലല്ലാഹു ഖാല റസൂൽ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിന്റെയും ഹദീസിന്റെയും മാർഗത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർ ആദരിക്കപ്പെടണം, അവർ ബഹുമാനിക്കപ്പെടണം. ഒരു നാട്ടിൽ ദീനിയായ എന്ത് കാര്യങ്ങൾ നടത്തപ്പെട്ടാലും ആലിമീങ്ങളെ മുന്നിൽ നിർത്തണം, ആലിമീങ്ങളോട് അഭിപ്രായം ചോദിക്കണം, ശറഇന്റെ തീരുമാനങ്ങൾ അവർ പറയണം. നമ്മൾ നോക്കേ, നമ്മുടെ നാട്ടിൽ ആരോഗ്യപരമായ എന്തെങ്കിലും വിഷയം, ഒരു മെഡിക്കൽ കോൺഫറൻസ് അല്ലെങ്കിൽ ആ നിലയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോട് ചർച്ച ചെയ്യും. ഡോക്ടർമാരുണ്ടോ, ആശുപത്രിയുടെ ആളുകളുണ്ടോ, അവരോട് ചർച്ച ചെയ്യും. നിയമപരമായ എന്തെങ്കിലും കാര്യമാണെങ്കിൽ വക്കീലന്മാരോട്, നിയമവിദഗ്ധരോട് ചർച്ച ചെയ്യും. ദീനിയായ കാര്യങ്ങളാണോ, ദീനിന്റെ നിയമങ്ങളാണോ, ശറഇന്റെ വിഷയങ്ങളാണോ,
ആലിമീങ്ങളോട് ചർച്ച ചെയ്യണം. ആലിമീങ്ങൾ ഒരു നാടിന്റെ അനുഗ്രഹമാണ്. ആലിമീങ്ങൾ ഒരു നാടിന്റെ ബറക്കത്താണ്. അൽഹംദുലില്ലാ, പട്ടാഴിയെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ അനുഗ്രഹിക്കപ്പെട്ട നാടാണ്. ഈ പരിപാടിയുടെ പോസ്റ്റർ ഇങ്ങനെ വാട്സാപ്പിലും മറ്റുമൊക്കെ ഷെയർ ചെയ്തപ്പോ എന്റെ ഒരു കൂട്ടുകാരൻ തിരുവനന്തപുരത്ത് ഒരു വലിയ പള്ളിയിലെ ഇമാമ് എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, ഞാൻ ആലിമാകാൻ കാരണം ഈ നാടാണ്. ഇവിടുത്തെ ഉസ്താദ് എന്താണ് അസംഗുൽ ഉസ്താദ്, ഉസ്താദാണ് എന്നെ ഇൽമു പഠിക്കാൻ വേണ്ടി അയച്ചത്. അതിനുശേഷം പല ആളുകളെയും ഇൽമു പഠിക്കാൻ അയച്ചത് ഈ നാട്ടിൽ നിന്ന് ഇവിടുത്തെ ഉസ്താദാണ്. അൽഹംദുലില്ലാ, കേട്ടപ്പോ വലിയ സന്തോഷമായി, വലിയ സന്തോഷം. അല്ലാഹു തആല ഈ നാടിനെ അനുഗ്രഹിക്കട്ടെ, ആ ഉസ്താദിനെ അനുഗ്രഹിക്കട്ടെ, ഈ നാട്ടിലെ ഉലമാക്കളെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഉലമാക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം, അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. അല്ലാതെ മുതലാളിയാണ്, ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ ഇതാണ്, ആ നാട്ടിലെ മുസ്ലിയാരല്ലേ, നാട്ടിൽ 10,000-നോ 12,000-നോ ജോലി ചെയ്യുന്ന ആളല്ലേ, എന്റെ കാൽ കീഴിൽ കിടക്കണം, ഞാൻ പറയുന്ന അനുസരിക്കണം. ഈ പരിപാടിയല്ല ഇസ്ലാമിൽ. അതുകൊണ്ട് ഉലമാക്കൾക്കൊക്കെ നമ്മൾ ഹദിയ കൊടുക്കണം, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം, അവർക്ക് നോമ്പ് തുറ നടത്തണം. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ദുആ ചെയ്യിപ്പിക്കൽ മാത്രം പോരാ, നമ്മൾ ദുആ ചെയ്യുന്നവരായി മാറണം.